ഇപ്പൊ ഒന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് എനിക്ക് തോന്നി. ഞാനില്ലേ ഒരു മെമ്മറി ആയി വർക്കാം. സൗണ്ട് കേൾക്കണ്ട്. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഡയറ്റ് പ്ലാൻ മതിയോ? ഒരെണ്ണം മതി. വലുത് അതുകൊണ്ടാ ചോദിച്ചത്. ഒരെണ്ണം തന്നെ കൂടുതലാണ്. കാരണം മസാല ദോശയല്ലേ, അതിനെന്നെ വെറും ദോശയല്ലല്ലോ. അതല്ല, അപ്പൊ അത് കൂടുതലാ. എവിടെ ഇരുന്നാവട്ടെ കേട്ടോ. വൈകുന്നേരത്തേക്ക് ഈ മാവ് കൊണ്ട് നമുക്ക് വേറൊരു സംഭവം ചെയ്യണം. അത് ഞാൻ പറയാം. പുതിയ എന്തെങ്കിലും സംഭവം? അതെ, പുതിയതാണ്. ഞാനൊരു വീഡിയോയിൽ കണ്ടതാ. അപ്പൊ ഒന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് എനിക്ക് തോന്നി. നെയ്യ് പതുക്കെ മതി, കുറച്ച് മതി. നെയ്യ് എടുക്കുമ്പോ അമ്മയ്ക്ക് ഇച്ചിരി ഉത്സാഹം കൂടുതലാ. അതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. അപ്പയും പറയാറുണ്ട് ഇച്ചിരി ഉത്സാഹം കൂടുതലാണ്. ഒരുപാട് നെയ്യ് വേണ്ട, കുറച്ചേ ഇടാവൂ. ഞാനില്ലേ ഒരു മെമ്മറി ആയി വർക്കാം. നിന്റെ സ്കൂൾ കാലഘട്ടം ഒരുപാട് വർഷം മുമ്പ് കാഞ്ഞിരമറ്റത്തെ നമ്മുടെ അമ്മായി, കാഞ്ഞിരമറ്റത്തെ വല്യമ്മായിയുടെ ഏലിയാമാൻറ്റി ഇല്ലേ മോള, ഏലിയാമാൻറ്റി വരുമ്പോൾ ഇതുപോലെ ഏലിയാമാൻറ്റി വരുമ്പോഴല്ലേ ഏലിയാമാൻറ്റി അവിടെ സ്റ്റാർ ഹോംസ് താമസിച്ചില്ലേ വല്യാൻ്റെ ആയിട്ട്. അന്നേരം അവിടെ ചെന്നപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കി തന്നു. അവർ ഈ മാവ് വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ. എന്നിട്ട് നെയ്യ് കോരി ഓർക്കണില്ലേ? നല്ല അല്ല, അവരെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൽ ജോലിയിൽ ഇരുന്നുകൊണ്ട് അവർക്ക്, ചെന്നൈയല്ലടി ഹൈദരാബാദ് ജോലിയിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ ഇതല്ല. എന്നാ ഒരു പ്രശ്നം, നോർത്ത് ഇന്ത്യൻ ഇതിൻ്റെ എല്ലാം ഫുഡുകളുടെ നല്ല ഐഡിയ ഉണ്ട്. അപ്പൊ എന്തൊരു നല്ല ഇതായിരുന്നത്. ഞാൻ എപ്പോഴും അത് ഓർക്കും. നെയ്യ് അങ്ങ് ഒഴുക്കുമായിരുന്നു പുള്ളിക്കാരി. ഇന്നത്തെ ദിവസം തുടങ്ങുക. അമ്മയുടെ ദിവസം ഓൾറെഡി തുടങ്ങി. ഞാന് ഇപ്പൊ ഫുഡ് കഴിച്ചുകൊണ്ട് ഇപ്പൊ തുടങ്ങണമെന്നേ ഉള്ളൂ. കുറെ നേരമായി എന്റെയും തുടങ്ങിയിട്ട് കേട്ടോ. പക്ഷെ ഫുഡ് കഴിക്കുന്നത് ഇപ്പോഴാണ് മാത്രം. ചൂടുവെള്ളം കുടിച്ചു. ഇങ്ങനെ ഹോളിഡേ ഉള്ള ദിവസങ്ങളിലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. അപ്പൊ അങ്ങനെ അമ്മയുടെ മസാല ദോശ അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാ മസാല നിറയെ ഉണ്ടാവും എന്നാ പറയണേ. അപ്പയ്ക്ക് നിറച്ച് മസാല അങ്ങ് വേണം. അല്ലാതെ ഇച്ചിരി പറ്റി മസാലയൊന്നും ഇട്ടിട്ട് ഒരു കാര്യവും. ഷോപ്പുകളിൽ അങ്ങനെ നിറച്ച് മസാല ഒരിക്കലും കിട്ടൂലല്ലോ. അത് ഉണ്ടാവൂല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഏത് ഷോപ്പിലും അല്ലേ? അതെ 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 അതെ. അപ്പയുടെ പറഞ്ഞത് കൊണ്ടാണോ എനിക്കും ഇങ്ങനെ ഇട്ടത്? അല്ല, ഞാൻ മസാല ഇടാറുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ മസാല നന്നായിട്ട് ഉണ്ടാക്കും. അതും ശരി തന്നെ. ഇപ്പൊ എന്നിട്ട് ഞാൻ നല്ല വൃത്തിയായിട്ട് അതിൽ ഇത് ചെയ്യും. തന്നെയല്ല, മസാലയും നന്നായിട്ട് ചൂടാക്കണം. ദോശ ചുടണ മുറയ്ക്ക് തവയില് മസാലയും ചൂടാക്കി വെക്കണം. ഞാനിപ്പോ ചൂടാക്കി വെച്ച് സാമ്പാർ ഇതാക്കാൻ വേണ്ടി അങ്ങോട്ട് വെച്ചെന്നേ ഉള്ളൂ. മടക്കട്ടെ. അടിപൊളി. ഇതിലേക്ക് മാറ്റാം. എന്നിട്ട് സാമ്പാർ എവിടെയാ ഒഴിക്കണ്ടേ? സൈഡിലല്ലേ? എന്നാ ഒഴിക്കാം. ഗ്രാൻഡ് ആയിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. ആ സൗണ്ട് കേൾക്കണ്ട്. സാമ്പാർ ഒഴിക്കണ്ടേ? സൈഡിലാണോ? ഒഴിക്കാം. ഇതാണ് നമ്മുടെ മസാല. ഒന്ന് മതി എന്ന് പറഞ്ഞിട്ടാ ഇഷ്ടംപോലെ മാവിരിപ്പുണ്ട്. എനിക്ക് ഒരെണ്ണം തന്നെ ധാരാളം. ഇനി എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കഴിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരെണ്ണം കഴിക്കണം കേട്ടോ. രാവിലെ 2-3 എണ്ണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവിടെ തിന്നാനിരിപ്പുണ്ടാവും. അത് നിർബന്ധമായിട്ട് തിന്നേണ്ടതും ആയിരിക്കും, കേടായി പോവാതെ. മാമ്പഴമൊക്കെ ഇരിപ്പുണ്ട്. അതെ, അതുകൊണ്ട് അത് നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഒരെണ്ണം കഴിക്കണം. മതി പറയാത്തോണ്ടാ ഞാൻ. സാമ്പാർ ഫാൻ അല്ലാന്ന് എനിക്കറിയാം. നല്ല കിടിലൻ സാമ്പാർ. അഷാറാക്കറി പൗഡർ ആട്ടോ. അപ്പ ഇതില് കിറങ്ങി വീണ്. ഇതിന് ശേഷം അപ്പയ്ക്ക് സാമ്പാർ ഭയങ്കര ഇതാ. ഈ കറി പൗഡർ ചേഞ്ച് ആയി പിന്നെ സാമ്പാറിന്റെ ഫാനായി മാറി അപ്പ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നീ കഴിച്ചേച്ചു വാ. എന്നിട്ട് വേറെ പരിപാടികളുണ്ട്. പറഞ്ഞോ. പഴം ഉപ്പുമാങ്ങ എടുത്ത് അപ്പയ്ക്ക് ഒരെണ്ണം ഇന്നലെ എന്നെ എടുക്കാഞ്ഞെന്ന് ചോദിച്ചു. ഒരെണ്ണം ചാറാക്കണം. മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ അച്ചിങ്ങയും കായും ഒലത്തി. അങ്ങനെ ഓരോ പരിപാടികൾ ചെയ്യണം. കഴിച്ചേച്ചു. ഞാൻ ഇതൊക്കെ ഇവിടെയൊക്കെ ക്ലിയർ ആക്കട്ടെ. അപ്പോൾ നമുക്ക് കഴിക്കാം. ഇവനെ നിറച്ച് മസാല വെച്ചിട്ടുണ്ട്.
അപ്പോൾ പറയാണ് 50% മടക്കാൻ വില. ഇത്ര അത് മസാല ഇരിക്കണ കാരണം ശരിക്കും മടക്കാൻ പറ്റുന്നില്ല, അതാ. അപ്പം ആ ഒരു ഹാഫ് മൂണിൻ്റെ ആ കറക്റ്റ് ഷേപ്പ് പോവും. അതുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെ ചെയ്തത്, എനിക്കറിയില്ല എന്തുകൊണ്ടാന്ന്. അമ്മയുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടു കൊടുത്തു. കണ്ടോ, കഴിക്കാം. നല്ല രുചിയാട്ടോ. ഇത് ഒരെണ്ണം തന്നെ ധാരാളം മതി. നിറച്ചു മസാല അമ്മ ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം മതി എന്ന് പറഞ്ഞ കാരണം അമ്മ മനഃപൂർവ്വം ചെയ്ത പണിയാന്ന് തോന്നുന്നുണ്ട്. അതന്നെയാ സംഭവം. അമ്മയുടെ അടുത്ത് കളി വേണ്ടാന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മസാലയുടെ ടേസ്റ്റേ അല്ല കേട്ടോ. ഐ മീൻ മസാല ദോശയുടെ ടേസ്റ്റേ അല്ല. പനീർ മസാല ദോശ നല്ലതാന്ന് തോന്നുന്നു, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം മസാല ഇടുമ്പോൾ അതിനൂടെ പനീറും കൂടെ ഇടാം. ചുമ്മാ നെയ്യിൽ അഴിച്ച് ഇട്ടാൽ മതി. അപ്പോൾ പനീറും കൂടെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമല്ലോ. നല്ല ടേസ്റ്റാണ്. സാധാരണ എൻ്റെ ചെറിയ ചെറിയ മറ്റ് ഐറ്റംസ് ഉണ്ടല്ലോ, സ്മൂത്തി, കുറുക്ക്, അതൊക്കെയാണ് ഞാൻ രാവിലെ കഴിക്കാറ്. ഇനി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മസാല ദോശ. ചായയും കാപ്പിയൊന്നും കൂടെ കഴിക്കാറില്ല കേട്ടോ. രാവിലെ വെള്ളം കുടിച്ചു. അപ്പം അങ്ങനെയാണ് എൻ്റെ ശീലം. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡയറ്റ് പ്ലാൻ പറയാമെന്ന്. എനിക്കങ്ങനെ ഡയറ്റ് പ്ലാൻ ഒന്നുമില്ല. ഡയറ്റിംഗ് ആയിട്ട് ഞാൻ ചെയ്യണമില്ല. കൺട്രോൾ ചെയ്ത് കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ഫുഡും കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, പോർഷൻ കൺട്രോൾ ചെയ്താണ് കഴിക്കണം. ഒരെണ്ണമൊക്കെ കഴിക്കും. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഷുഗർ പൂർണ്ണമായിട്ട് നിർത്തിയേക്കാണ്. പൂർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ സ്വീറ്റ്നസ് ഒക്കെ കഴിക്കും കേട്ടോ. ഫ്രൂട്ട്സിൽ നിന്നുള്ള മധുരം അത് കഴിക്കും, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മധുരം അതൊക്കെ കഴിക്കും. പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളില്ലേ, അതൊക്കെ കുറച്ച് നാളത്തേക്ക് നിർത്തിയേക്കുക. കാരണം സമ്മറിൽ കുറേ ജ്യൂസുകളും ഷേക്കിലൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. കുറേ ജ്യൂസുകളൊക്കെ കഴിച്ചതിൽ മധുരം ആഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നാളത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നിർത്തിയേക്കുക. കുറച്ച് കഴിയുമ്പം ചെറുതായിട്ടൊക്കെ കഴിച്ചു തുടങ്ങും. എന്നാലും ഒത്തിരി അങ്ങനെ കഴിക്കാറില്ല. ഇപ്പം ഹാപ്പിയും ചായ കഴിക്കുകയാണെങ്കിൽ തന്നെ അത് വിത്തൗട്ട് അപ്പം കഴിക്കാറ്. ഒരു സാറ്റിസ്ഫാക്ഷൻ അത്രേ ഉള്ളൂ. പിന്നെ എല്ലാം ഫുഡും മിതമായി കൺട്രോൾ ചെയ്തേ കഴിക്കുള്ളൂ. ഒരുപാട് അങ്ങനെ കഴിക്കില്ല. അത്രേ ഉള്ളൂ എൻ്റെ ഡയറ്റ് പ്ലാൻ. ഡയറ്റ് പ്ലാൻ അല്ല, എൻ്റെ ഫുഡിൻ്റെ ശീലങ്ങൾ പറഞ്ഞതാണ് കേട്ടോ.